മഹാഗുരു ശരണം. ഇന്ന് 2025 ഏപ്രിൽ 25 വെള്ളിയാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഞാനിന്ന് വീഡിയോ ഇടാൻ വളരെയധികം താമസിച്ചു. ഇന്ന് വൈകിട്ട് 6 മണി കഴിഞ്ഞാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ക്ഷമിക്കുക. കാര്യം രാവിലെ 1-2 വീടുകളിൽ പോകാനുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വീട്ടിലെ അവരുടെ ശ്രാദ്ധം നടക്കുന്നു. അത് എന്നെ ക്ഷണിച്ചിട്ടില്ല. അത് അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ്. വേറൊരു വീട്ടിൽ ശ്രാദ്ധം നടക്കുന്നു, അതെന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ വീട്ടിൽ പോയി അവരുടെ എനർജി കാണിച്ചു. എന്താണ് അവരുടെ പേരൻസിൻ്റെ എനർജി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങയിൽ കേട്ടോ, ആസ് യൂഷ്വൽ തേങ്ങയിൽ. അപ്പോൾ ചിലർ പറയും തേങ്ങ അതുപോലെ കയ്യിൽ പിടിച്ചാൽ പൊങ്ങുന്നുണ്ടെന്ന് പറയും. ആയിരിക്കാം, എനിക്കറിയില്ല. പിന്നെ അടുത്തത് വേറൊരു വീട്ടിൽ പോയി. അതെൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ ചടങ്ങിൽ പങ്കെടുത്തു. അവിടെയും കാണിച്ചു. അവിടെ ആ തേങ്ങ കോണിപ്പുള്ള തേങ്ങയും അതില്ലാത്ത തേങ്ങ, ഉദ്ദേശം 3/4 കിലോ വെയിറ്റ് വരുന്ന തേങ്ങയിലും ആ എനർജി കണ്ടു. ആ തേങ്ങ അതുപോലെ കോണിപ്പില്ലെങ്കിലും തേങ്ങ മറിയുന്നു. അപ്പോൾ അത് ഞാൻ പറ്റിയെങ്കിൽ ഈ യൂട്യൂബിൽ ആ വീഡിയോ ഇടാം. എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു വിശ്വാസമാണ് കേട്ടോ. അത് എനിക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം. ഒരു സന്തോഷത്തോടെ കാണേണ്ടവർക്ക് സന്തോഷത്തോടെ കാണാം. ഈ പ്രപഞ്ചത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടെന്നുള്ള സന്തോഷത്തോടെ. അപ്പോൾ ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും വിളിക്കാറുണ്ട്, കുറേയധികം പേരുടെ എടുക്കുന്നു, കുറേയധികം പേരുടെ എടുക്കാൻ പറ്റുന്നില്ല, ചിലരെന്തോ ഒക്കെ ദക്ഷിണ അയക്കുന്നു. ദയവ് ചെയ്ത് ദക്ഷിണ അയക്കുന്നവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ദക്ഷിണ അയക്കുന്നവർ ഒന്നുമില്ല, വീഡിയോ കോൾ ചെയ്തെങ്കിലും എനിക്ക് സംസാരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ക്രീൻഷോട്ട് അയക്കുക ദയവ് ചെയ്ത്. കാര്യം എന്താ വെച്ചാൽ, ദക്ഷിണ അയച്ചതും പിന്നെ അവർ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും വ്യത്യാസം കാണും, പേര് വ്യത്യാസം കാണും. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്ത് ആ ഒരു സൗമനസ്യം എന്നോട് കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുകൂടാണ്ട് ചിലരെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ചില കാര്യങ്ങൾക്ക് എൻ്റെ സങ്കല്പം കംപ്ലീറ്റ് ആയിട്ടേ വിളിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് വിളിക്കാത്തത്. അതും പറയുന്നു. അതൊക്കെ ഞാൻ ലിസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു സാധാരണ വിളിക്കുന്ന പോലെ ഒരു പാർട്ടി വിളിച്ചിരുന്നു. അവരോട് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കോണ്ടാക്ട് ചെയ്തിട്ട് 1-2 ആഴ്ചയായെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കൊന്നും ഇത് കിട്ടുന്നില്ല. പക്ഷേ ഇന്നലെ ഇൻഡ്യൂഷൻ കിട്ടി, ഇവർക്ക് കുടുംബദേവതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുടുംബദേവതയുണ്ട്, ദേവിയുണ്ട്. ഇല്ല, ഞങ്ങളുടെ ദേവത ശാസ്താവാണ്, ഇന്നടുത്താണ്, ഞങ്ങളത് പോകാറുണ്ട്, ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ല, ദേവീനെ കാണുന്നുണ്ട്. 4 എനർജി കാണുന്നുണ്ട്, അത് ദേവിയും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ദേവി തന്നെ 2 രൂപത്തിലുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് വിവരണം കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തെളിച്ച് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു വനദുർഗയുണ്ടെന്ന് പറഞ്ഞു. ശാസ്താവും ഉണ്ട്, അവിടെ വനദുർഗയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അതല്ല, വേറെ ഒന്നുകിൽ അവിടെ കോമരം കാണണം, ഇല്ലെങ്കിൽ വാളോ ചെലങ്കയോ ചെലങ്ക എന്താ പറയണം, അത് കാണണം. കൂടാതെ ശിവനും കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ശിവനുണ്ട് എന്ന് പറഞ്ഞു. വാളോ ചെലമ്പോ ഉണ്ടോ എന്നുള്ളത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കാര്യം എനർജി കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരും. ആ കമ്മ്യൂണിക്കേഷൻ തരാനുള്ള താമസങ്ങളാണിത്. അതാണ് ഒരു താമസം വരുന്നത്. കാര്യം എൻ്റെ പരിമിതികൾ, എനിക്ക് എൻ്റെതായ മെഡിറ്റേഷൻ, ഇത് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഇനി നാളെ ഒരു ദീർഘദൂര യാത്രയുണ്ട്, അതുകൂടി പറയുന്നു. നാളെ രാവിലെ 6 തൊട്ട് ദീർഘദൂര യാത്രയുണ്ട്. അപ്പോൾ ആ യാത്ര പോണ വഴിക്ക് എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ പറയാം, അതുകൂടി അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് പോയതാണെങ്കിലും ആദ്യം പോയ വീട്ടിൽ അവിടുത്തെ അമ്മയുടെ ശ്രാദ്ധമായിരുന്നു. അച്ഛൻ്റെയും പ്രസൻസ് കണ്ടു, ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പോയ അവിടെ മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ അവരുടെ അമ്മയുടെ ശ്രാദ്ധമായിരുന്നു. അച്ഛൻ്റെ പ്രസൻസ് കണ്ടു. കൂടാതെ അവിടുത്തെ മൂത്ത ജ്യേഷ്ഠൻ, ഈ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കണ്ടു. അതുകൂടാണ്ട് അവിടെ ഒരു ബന്ധുവിൻ്റെ, ആ വീട്ടിലെ വീട്ടമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ്, അദ്ദേഹം മരണപ്പെട്ടിട്ട് കുറേ അധികം നാളായി, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെയും പ്രസൻസ് കണ്ടു. അതുകൂടാതെ അതിലെ ഒരു സഹോദരൻ്റെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹവും ദേഹവിയോഗം നടന്നിട്ടെങ്ങാണ്ടോ 14-15 വർഷമായി കാണും. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെയും പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ മടിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. അതും കണ്ടു. അതിൽ ഈ പറഞ്ഞ ആദ്യത്തെ 4 പേര് കോണിപ്പില്ലാണ്ട് തേങ്ങ നോക്കിയപ്പോഴും ആ പ്രസൻസ് ഉണ്ട്. പക്ഷെ അവസാനത്തെ ആൾ അങ്ങനെ നോക്കുമ്പോൾ ആ പ്രസൻസ്
പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം ഇത് വിജയിക്കണമെന്നില്ല കേട്ടോ, അതും പറയാം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പ്രസൻസ് കാണിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് പ്രസൻസ് കാണിച്ചു. ഇപ്പോൾ വൈകിട്ട് ഞാൻ വരുമ്പോൾ പോലും അവരെ കാണിച്ചു, ആ പ്രസൻസ് അവിടെ നിന്ന് മാറിയിട്ടില്ല ആ വീട്ടിൽ. കാര്യം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് 3 മണിയോടെ ചടങ്ങ് കഴിഞ്ഞ് പുരോഹിതം പോയി. ഞാനും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ 5:30 ആയപ്പോൾ ഇങ്ങോട്ട് വന്നു. പക്ഷേ പ്രസൻസ് കണ്ടു. എപ്പോഴും വിചാരിക്കുക, നമ്മൾ ദൈവകാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇത് വന്നാലും പിതൃകാര്യങ്ങൾ ഒരു കാരണവശാലും മുടക്കരുത്. കാര്യം അവർക്ക് കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. പിതൃക്കൾ തൃപ്തിയായാൽ മാത്രമേ ദേവതകൾക്ക് നമ്മളോട് പ്രസാദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് ചോദിക്കരുത്. കാര്യം ഞങ്ങൾ ചെയ്യുന്നത് ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആചാരപ്രകാരമുള്ള പിതൃകർമ്മങ്ങളാണ്. ബാക്കിയുള്ള വിഭാഗത്തിൻ്റെ കർമ്മങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. പക്ഷെ നിങ്ങളുടെ കുലാചാരം അനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുക. വാവ് ബലിയാണെങ്കിൽ വാവ് ബലി ചെയ്യുക. ഞങ്ങൾക്ക് വാവുകൾ തോറും എല്ലാ കർത്തവാവിനും തർപ്പണമുണ്ട്. ഞാനിപ്പോൾ അതുകൂടാണ്ട് എനിക്കൊരു ഞങ്ങളുടെ തന്നെ വിഭാഗത്തിലൊരു പുരോഹിതൻ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ ഡെയിലി തർപ്പണം ചെയ്യുന്നുണ്ട്. ദേവതകൾക്കും ഋഷീശ്വരന്മാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്യാൻ അദ്ദേഹം ഒരു വിധി പറഞ്ഞു തന്നത്. ഞാനത് ഡെയിലി ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. ബാക്കിയുള്ളവർക്ക് പറഞ്ഞിട്ടുണ്ട്, തുളസിക്കോ മറ്റു ചെടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഈ നമ്മുടെ മുന്നോറുകൾക്ക് പിതൃക്കന്മാർക്കെന്ന് സങ്കല്പിച്ച് ആ ജലം ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എനർജി തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. അപ്പോൾ ഇന്നലെ ആ ദേവതകളുണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന, അപ്പോൾ അവർ ചോദിക്കുന്നു, ഒന്നാമത് സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പോൾ എന്ത് വഴിപാട് കഴിക്കണമെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കണം എന്ത് വഴിപാട് കഴിക്കണം. കാര്യം ഒരുമാതിരി വഴിപാടൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നമ്മൾ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ട് വഴിപാട് കിട്ടാനല്ല ദേവതകൾ ഇരിക്കണം. നമ്മൾ അവിടെ ചെല്ലുക. അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ പ്രതിഷ്ഠിച്ചതാണ്, ഞങ്ങളുടെ കുടുംബ അഭിവൃദ്ധിക്ക് വേണ്ടി ഞങ്ങളെ രക്ഷിക്കണേ, കാക്കണേ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി തരണേ, ഞങ്ങളെ നല്ല വഴിക്ക് നടത്തണേ, ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം, ദീർഘായുസ്, എന്താണ് അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. മനസ്സിലായി? അല്ലാണ്ട് നമ്മൾ അവിടെ ചെന്ന് വഴിപാട് തീർച്ചയായിട്ടും യഥാശക്തി ചീട്ടാക്കണം. പക്ഷേ പലരും വിചാരിക്കണം നമ്മുടെ വഴിപാട് കാത്തിരിക്കുന്ന പോലെയാണ്. അല്ല, അത് യഥാശക്തി കഴിവുള്ളത് ചീട്ടാക്കുക. ഒന്നുമില്ലെങ്കിൽ അവിടെ ശ്രീകോവിലിൽ കത്തിക്കാനായിട്ട് കുറച്ച് ഒരു 50 ഗ്രാം നെയ്യെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക. കഴിയാവുന്നതും വീട്ടിൽ വെച്ച് നല്ല നെയ്യ് തന്നെ കൊടുക്കുക. വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ വെച്ച് പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുക്കുക. അതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഗണപതി ഉണ്ടെങ്കിൽ വീട്ടിൽ തേങ്ങ വാങ്ങിച്ച് വെച്ച് അത് കൊണ്ടുപോയിട്ട് അവിടെ ഉടയ്ക്കുക. അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പറയാൻ പോയാൽ കുറേ കാര്യങ്ങളുണ്ട്. തൽക്കാലം ഇത്രയും താമസിച്ചുകൊണ്ട് ചുരുക്കുന്നു. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ദരിദ്രാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടം നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യുവാനും, അതോടൊപ്പം അവർക്ക് യഥായോഗ്യം അതാത് കുല ആചാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും, എല്ലാവരുടെയും വീടുകളിൽ സന്തോഷം, സമാധാനം, ഐക്യമത്യം, സമൃദ്ധി ഉണ്ടാകുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ഉദ്യോഗമാകട്ടെ ബിസിനസ്സാകട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും, എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും അത് വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികളുടെ പഠനാവശ്യത്തിൻ്റെ യാത്രയിലാകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്ന ഹോസ്റ്റലിലാകട്ടെ, പെയിങ് ഗസ്റ്റ് സൗകര്യങ്ങളിലാകട്ടെ, അവർക്ക് സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഇഷ്ടദേവത, ഗ്രാമദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതം സദാ സർവദാ സർവത്ര എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കാനും, മനസാ വാചാ കർമ്മണ, മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനും, അത് കുറഞ്ഞത് 100 മേനിയോടെ അത് നല്ല അനുഭവങ്ങളായി സമൃദ്ധിയായി തിരിച്ചു കിട്ടുവാനും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥന ചെയ്തുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.